മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത വാഴ 2 എന്ന ചിത്രത്തിലെ ഏറ്റവും വൈകാരികമായ ഒരു രംഗത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുന്നു. വിഷു ആഘോഷത്തിനിടെ പടക്കം പൊട്ടിക്കുമ്പോൾ പരിഭ്രമിച്ച റോഡിൽ വീഴുന്ന ആ രംഗം വെറുമൊരു സിനിമാറ്റിക് ആയ ആവിഷ്കാരമല്ലെന്നും അതിനു പിന്നിൽ ഒരു മനുഷ്യന്റെ കണ്ണീരിന്റെ കഥയുണ്ടെന്നുമാണ് താരം ബിജുക്കുട്ടൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സിനിമയിലെ ആ രംഗത്തിന് ആധാരമായ വ്യക്തി തന്നെ നേരിൽ കാണാനെത്തിയ വിവരം ബിജുക്കുട്ടൻ പങ്കുവച്ചതോടെയാണ് വർഷങ്ങളായി മറഞ്ഞിരുന്ന ആ സങ്കടകഥ ലോകമറിഞ്ഞത്. താൻ വെള്ളിത്തിരയിൽ അനശ്വരമാക്കിയ ആ കഥാപാത്രത്തിന്റെ യഥാർത്ഥ ജീവിതം തന്റെ മുൻപിൽ വന്ന് നിന്നപ്പോൾ താരം പോലും വികാരധീനനായി. അദ്ദേഹം തന്റെ കുടുംബത്തോടൊപ്പമാണ് ബിജുക്കുട്ടനെ സന്ദർശിക്കാനെത്തിയത്. യഥാർത്ഥത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ തരംഗമായ ഒരു വീഡിയോ ആയിരുന്നു ആ സിനിമയിലെ രംഗത്തിന് പ്രചോദനമായത്. അന്ന് ആ വീഡിയോ കണ്ടവർ അത് ചിരിച്ചു തള്ളിയെങ്കിലും അതിന്റെ ഉടമസ്ഥനായ ആ മനുഷ്യൻ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ വിവരിക്കാനാകാത്തതായിരുന്നു. സിനിമ കണ്ടപ്പോൾ തനിക്ക് വലിയ ആശ്വാസം തോന്നിയെന്ന് അദ്ദേഹം ബിജുക്കുട്ടനോട് പറഞ്ഞു. സിനിമയിലെ വീഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച അത്ര കാര്യങ്ങൾ സിനിമയിൽ കൃത്യമായി ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് ബിജുക്കുട്ടൻ പറയുന്നു. ആ വീഡിയോ പകർത്തിയ സാഹചര്യം അദ്ദേഹം വിശദീകരിച്ചത് ഇങ്ങനെയാണ്: എന്റെ മകൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ അനിയൻ തന്നെ തമാശയ്ക്ക് പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇട്ടതായിരുന്നു ആ വീഡിയോ. പക്ഷെ അത് വരുത്തിവെച്ച വില ചെറുതല്ല. വീഡിയോയിലെ ആ വീഴ്ച കണ്ടപ്പോൾ മകൻ കരഞ്ഞുകൊണ്ട് ഓടി വന്ന നിമിഷം ഇന്നും ആ അച്ഛന്റെ ഉള്ളുലയ്ക്കുന്ന ഓർമ്മയാണ്. തന്റെ അച്ഛനെന്തോ വലിയ അപകടം സംഭവിച്ചു എന്ന് കരുതിയാണ് ആ കുട്ടി പൊട്ടിക്കരഞ്ഞത്. അത്രയും സങ്കടത്തോടെ മകനെ താൻ അതുവരെ കണ്ടിട്ടില്ലെന്നും തന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കിയ മകന്റെ മുഖം മായുന്നില്ലെന്നും അദ്ദേഹം പങ്കുവച്ചു. എന്നാൽ പുറം ലോകം കണ്ടത് മറ്റൊന്നായിരുന്നു. ആ വീഡിയോ പോസ്റ്റ് ചെയ്തയാൾ പോലും വിചാരിക്കാത്ത രീതിയിൽ അത് വൈറലായി. പക്ഷെ ആ വൈറൽ പദവിക്ക് പിന്നിൽ ആ കുടുംബം അനുഭവിച്ചത് വലിയ ഒറ്റപ്പെടലായിരുന്നു. എവിടെ പോയാലും ആൾക്കാർ ആ വീഡിയോയെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. അത് അദ്ദേഹത്തെ വലിയ മാനസിക വിഷമത്തിലേക്ക് തള്ളിവിട്ടു. പൊതു ചടങ്ങുകളിൽ പങ്കെടുക്കാനോ ആളുകളെ അഭിമുഖീകരിക്കാനോ അദ്ദേഹം ഭയന്നു. പലരും പരിഹാസത്തോടെ ചോദിച്ചിരുന്നത് ചേട്ടനെന്ന് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, പടക്കത്തെ ഇത്ര പേടിയാണോ എന്നൊക്കെയായിരുന്നു. ഒരു സാധാരണക്കാരനായ മനുഷ്യന്റെ നിസ്സഹായതയും ഭയത്തെയും കളിയാക്കാനുള്ള ഒന്നായി സമൂഹം മാറ്റിയപ്പോൾ അദ്ദേഹം തകർന്നു പോയി. ആ പരിഹാസങ്ങൾ സഹിക്കവയ്യാതെ ഒരു ഘട്ടത്തിൽ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു പോയിട്ടുണ്ടെന്ന് അദ്ദേഹം ബിജുക്കുട്ടനോട് പറഞ്ഞു. ഒരു വിഷുക്കാലം വരുമ്പോഴും പഴയ വീഡിയോ വീണ്ടും ചർച്ചയാകുമോ എന്ന പേടി അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു. വർഷങ്ങളോളം ആ മാനസിക ബുദ്ധിമുട്ട് അദ്ദേഹം ഉള്ളിലൊതുക്കി നടക്കുകയായിരുന്നു. ഇത്രയും കാലം അനുഭവിച്ച വേദനയ്ക്ക് ഒരു പരിഹാരം എന്നോണമാണ് വാഴ 2 എന്ന സിനിമ വന്നത്. താൻ അനുഭവിച്ച സങ്കടം ഇത്രയും മനോഹരമായി ബിജുക്കുട്ടൻ അവതരിപ്പിച്ചപ്പോൾ പരിഹസിച്ചവർ പോലും ഇന്ന് ആ വേദന തിരിച്ചറിയുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആശ്വാസം. അതുകൊണ്ടാണ് തന്റെ സങ്കടം അവതരിപ്പിച്ച നടനെ നേരിൽ കണ്ട് നന്ദി പറയാൻ അദ്ദേഹം എത്തിയത്. ബിജുക്കുട്ടന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. ഒരു തമാശ വീഡിയോ ഒരാളുടെ ജീവിതം തകർക്കാൻ എത്രത്തോളം കേൾപ്പുള്ളതാണെന്നും സിനിമകൾ എങ്ങനെ ഒരാളുടെ സങ്കടങ്ങൾക്ക് മരുന്നാകുന്നു എന്നും ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരിഹാസങ്ങൾക്കപ്പുറം മനുഷ്യത്വത്തിന്റെ കഥ പറയുന്ന ഈ വെളിപ്പെടുത്തൽ സിനിമാ പ്രേമികളുടെ ഇടയിൽ വലിയ ചലനമുണ്ടാക്കിയിരിക്കുകയാണ്.